ഇപ്പോൾ ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ റോണി കെ ബേബി, ശ്രീ നിർമ്മൽ എബ്രഹാം എന്നിവർ ചേരുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, രാജ്യം കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാന് നൽകണം എന്ന് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു. നയതന്ത്ര വിലക്കുകൾ ഉണ്ടായിരുന്നു. അത് പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചിട്ടില്ല എന്നൊരു തോന്നൽ കൂടിയുണ്ടല്ലോ. കാരണം തുടർച്ചയായിട്ട് വിദ്വേഷ പ്രചാരണങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കള്ളം പ്രചരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയിലാണ് ഈ അക്രമം ആസൂത്രണം ചെയ്യുന്നത് എന്ന് പോലും പ്രചരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ. അതിനുള്ള മറുപടി UN-ൽ ഇന്ത്യ നൽകി കഴിഞ്ഞു. അത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അതേപടി ആവർത്തിച്ചുകൊണ്ടാണ് യോജന പട്ടേൽ UN-ൽ സംസാരിച്ചത്. അത് പാകിസ്ഥാനെ നാണം കെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഒരു കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാന് നൽകണം എന്നുള്ള ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് തന്നെ ഇപ്പോൾ അനുമാനിക്കാൻ പറ്റുമോ? മഞ്ജുഷേ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർ ആ റിപ്പോർട്ട് ചെയ്ത രീതി ഒരു തരത്തിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം പ്രധാനമന്ത്രി മൗനം തുടർന്നു, ആഭ്യന്തരമന്ത്രി മൗനം തുടർന്നു. അതുകൊണ്ടാണ് പ്രശ്നം. അവരൊന്നും എന്താണ് പറയേണ്ടത്? ഞാനൊന്ന് അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണ പത്താംകോട്ടിൽ 2019 ഫെബ്രുവരി 14 പത്താംകോട്ടിൽ നമ്മുടെ സൈനികർക്ക് നേരായിട്ട് ആക്രമണം ഉണ്ടാകുന്നത്. അന്ന് ഏത് രീതിയിലാണോ പ്രധാനമന്ത്രി പ്രതികരിച്ചത്, അന്ന് ഏത് രീതിയിലാണോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത്, അതേ രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും പ്രതികരിക്കുന്നത്. ഫെബ്രുവരി 14 ആക്രമണം ഉണ്ടായി. ഫെബ്രുവരി 15-നോ 16-നോ 17-നോ ഒന്നും അല്ല അവിടെ നിന്ന് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ഫെബ്രുവരി 26 12 ദിവസമാണ് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും തിരിച്ചടിക്കാൻ പോകുന്നത് കേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അകത്തിരിക്കുന്ന MP-മാരും എല്ലാവരും കൂടി ചേർന്നിട്ടല്ല, സൈന്യമാണ് തിരിച്ചടിക്കുക. സൈന്യം തിരിച്ചടിക്കുന്ന സമയത്ത് സൈന്യത്തിൻ്റെതായ പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ടാവും. അവർക്ക് കൃത്യമായിട്ട് ഒരു അടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പരമാവധി കാഷ്വാലിറ്റീസ് കുറയുന്ന തലത്തിൽ നമുക്ക് വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള സമയം ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അവരത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ആലോചിച്ച് സുരക്ഷാ ഏജൻസികളും സൈന്യവും കമാൻഡോസും അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവർ ആ ഓപ്പറേഷൻ നടത്തിക്കോളും. നമ്മൾ തൽക്കാലത്തേക്ക് അവിടെ പോയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അടിക്കുന്നില്ല ഇങ്ങനെ ചോദിക്കേണ്ടുന്ന സാഹചര്യമൊന്നും നിലവിൽ ഭാരതത്തിലില്ല. അടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1000 മടങ്ങായിട്ട് തിരിച്ചു കൊടുക്കുമെന്നുള്ള കാര്യം നമ്മുടെ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് ഭാരതത്തിൻ്റെ 142 കോടി ജനങ്ങളോടും അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് ഒരാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പാഠം പഠിപ്പിച്ച് തന്നെ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ അതിനോട് മുന്നോടിയായിട്ട് ഈ പറയുന്ന നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ നടക്കും. പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുവാനുള്ള നീക്കങ്ങൾ നടക്കും. പാകിസ്ഥാൻ അതിൽ നിന്നൊക്കെ ഊരിപ്പോകാൻ വേണ്ടിയിട്ട് അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചൈനയും അല്ലെങ്കിൽ തുർക്കിയും അതുപോലത്തെ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ അവരും സഹകരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്ന് കരുതി ഭാരതം മൗനം പാലിക്കുകയാണ് എന്നൊന്നും അതിനർത്ഥമൊന്നുമില്ല. അവിടെ കൃത്യമായിട്ട് നടക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അത് തീർച്ചയായിട്ടും റിസൾട്ട് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഉടനടി തന്നെ അറിയാം. ശരി, ശ്രീ റോണി കെ ബേബി, രാജ്യം ഒറ്റ